ചെയ്യുമായ കണ്ണൻ മയം 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 ചെയ്യുമായ കണ്ണൻ മയം 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 ചെയ്യുമായ കണ്ണൻ മയം 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 ചെയ്യുമായ കണ്ണൻ അടിപൊളിയാ ജഗജില്ലിയാ ഏത് നേരത്തും പറക്കും കണ്ണൻ അടിപൊളിയാ ജഗജില്ലിയാ ഏത് നേരത്തും പറക്കും കണ്ണൻ സാഹോദര്യം സൂക്ഷിക്കുന്ന കൂട്ടുകാരൻ ഈ മയക്കണ്ണൻ ഐസ്ക്രീം കണ്ണന് ജീവനാ കാണുമ്പോൾ സന്തോഷം തങ്കക്കുട്ടിയാ മയക്കണ്ണൻ ചെല്ലക്കുട്ടിയാ മയക്കണ്ണൻ ഞാൻ പോയിട്ട് വേഗം വരാട്ടോ ലീന. നല്ല കുട്ടിയായിരിക്കണേ. സൂക്ഷിച്ചു പോണം കേട്ടോ. ഈ അച്ഛനും ഒന്നും അറിയില്ല. ഇന്നെന്തിനാ പുറത്തു പോയത്? എന്താ എന്ത് പറ്റി? ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ. അച്ഛനില്ലെങ്കിൽ അമ്മ ആഘോഷിക്കില്ല. എന്നാ എനിക്ക് ചീസ് കേക്ക് കിട്ടുമല്ലേ? അതല്ലേ പറഞ്ഞത് പിറന്നാൾ ആഘോഷിക്കില്ലാന്ന്. പിന്നെ എങ്ങനെയാ നിനക്ക് ചീസ് കേക്ക് കിട്ടാ? നിനക്ക് ചീസ് കേക്ക് കിട്ടണമെങ്കിൽ അമ്മ പിറന്നാൾ ആഘോഷിക്കുന്ന പോലെ നീ എന്തെങ്കിലും ചെയ്യണം. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഓ അങ്ങനെയാണോ? എന്നാലൊരു നല്ല ഐഡിയ ചെയ്യ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ അച്ഛനെ പോലെ അഭിനയിച്ച് അമ്മയെ പറ്റിക്കണം. ശരിയാണോ? ഞാൻ അച്ഛനെ പോലെ അഭിനയിക്കുന്നോ? വർഷത്തിൽ ഒരിക്കലേ പിറന്നാള് വരൂ. അപ്പോഴും ഇദ്ദേഹം കൂടെ ഉണ്ടാവില്ല. എന്റെ മനസ്സിന് എന്തൊരു വേദന ഉണ്ടെന്നറിയോ? എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞാനും ലീനയും മാത്രമേ ഉള്ളൂ. അത് ശരിയാ. അപ്പോഴേ അച്ഛൻ പുറത്തുനിന്ന് വന്ന പോലെ തോന്നു. അച്ഛനെ പോലെ അഭിനയിച്ച അമ്മയെ പറ്റിക്കാം. എപ്പോഴാ വന്നത്? ഞാൻ എവിടെ പോയെന്നാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങള് വീട്ടിനകത്ത് ഒളിച്ചിരിക്കായിരുന്നല്ലേ? കളി കൂടുന്നുണ്ടേ. അല്ല, അത് പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് എന്തിനാ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ പൂച്ചക്കുട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു. നിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? സർപ്രൈസ് ആകട്ടെ എന്ന് വെച്ചാ അങ്ങനെ ചെയ്ത്. ഓ, എന്റെ പിറന്നാളാന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാലോ. പിന്നെന്താ സർപ്രൈസ്? അല്ല ഡാർലിംഗ്, ബർത്ത്ഡേക്ക് നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. നീ എന്റെ കരളല്ലേ. ഓ താങ്ക്സ്. എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാ സന്തോഷം. എനിക്കും അങ്ങനെ തന്നെയാ. കണ്ടോ, എന്റെ ട്രിക്ക് കൊള്ളാല്ലേ? നീ ശരിക്കും ബുദ്ധിശാലിയാ. അമ്മ ഞാൻ അച്ഛനാന്ന് വിചാരിച്ചിരിക്കാ. മറക്കണ്ട, നിന്റെ ചീസ് കേക്കിൽ പകുതി എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ് മയക്കണ്ട, ലീനയില്ലാതെ നിനക്ക് മാത്രം എങ്ങനെ ചീസ് കേക്ക് കിട്ടാം? എന്റെ മനസ്സിന് എന്ത് സന്തോഷ. അദ്ദേഹം ബിസി ഷെഡ്യൂൾ ഒക്കെ വിട്ടിട്ട് എനിക്ക് വേണ്ടി വന്നിരിക്കുക. അച്ഛനെ പോലെ അഭിനയിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ അച്ഛനാന്ന് കരുതി അമ്മ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരാ. സൂപ്പർ. എന്താ ചെയ്യുന്നേ? ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് അറിയോ ഡാലി? എനിക്കറിയാം. കയ്യിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീം അല്ലേ? അല്ലല്ല, ഐസ്ക്രീം ഒക്കെ കുട്ടികൾ കഴിക്കുന്നല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വാക്ക് തന്നതുപോലെ നിങ്ങൾ ഇതുവരെ സിഗരറ്റ് വലിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്നേക്ക് മാത്രം അനുവദിക്കുന്നു. ആരും കാണാതെ സിഗരറ്റ് വലിച്ചോ. ലീനയുടെ കണ്ണിൽ മാത്രം പെട്ടുപോകരുത്. അവളിത് കണ്ടാൽ അവളുടെ പിഞ്ചു മനസ്സ് വല്ലാതെ വേദനിച്ചു പോവും. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നല്ലെന്ന് ഓർക്കുമ്പോ കരച്ചിൽ വരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഈ കാര്യം ലീനയോടല്ല ആരോടും പറയില്ല കേട്ടോ. ഞാൻ സ്മോക്ക് ചെയ്തിട്ട് 1 വർഷമായില്ലേ. ഇപ്പൊ വലിച്ചാൽ നന്നായിരിക്കില്ല. ഇപ്പൊ ഐസ്ക്രീം ഇല്ലേ, അത് കഴിച്ചോളാം. എന്താ? ഇദ്ദേഹത്തിന് ഐസ്ക്രീം ഇഷ്ടമല്ലല്ലോ. ഒരുപക്ഷെ എന്റെ പിറന്നാളായതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിക്കാവും. ഡാലി, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഞാൻ അനുവദിച്ചിരിക്കല്ലേ. സിഗരറ്റ് വലിച്ചോളൂ. ഞാൻ തെറ്റിദ്ധരിക്കില്ല.
ആ അങ്ങനെ തന്നെ കൊള്ളാം. നിങ്ങൾക്ക് എന്ത് പറ്റി? ചെറിയ കുട്ടികളെ പോലെ കാർട്ടൂൺ ആസ്വദിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ലീനയ്ക്കല്ലേ ഇഷ്ടം? ലീന എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. അവളുടെ ശബ്ദം കേൾക്കാനേ ഇല്ലല്ലോ. അവൾ അകത്ത് എന്ത് ചെയ്യാ? അവള് റൂമിൽ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക. അവള് റൂമിന്റെ അകത്ത് 2 മിനിറ്റിലും അധികം ഇരിക്കാറേ ഇല്ലല്ലോ. അവൾ എന്താ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് വരാം. നിക്ക് ഡാർലിംഗ്, നീ പോണ്ട. അത് ഞാൻ പോയി നോക്കിട്ട് വരാം. ഇന്ന് നിങ്ങൾക്ക് എന്ത് പറ്റി? ഇന്ന് ഭയങ്കര ഉഷാറിലാണല്ലോ നിങ്ങളെ. നല്ല കളി എങ്ങനെ രക്ഷപ്പെട്ടു? ഇനിയും അച്ഛനെ പോലെ അഭിനയിച്ച് എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാവില്ല. എന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ അനുവദിക്കില്ലല്ലോ. എന്നെ പഴയതുപോലെ മാറ്റ്. ലീന എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് അമ്മ എന്നോട് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റില്ല. അതിന് നിറയെ മാജിക് ശക്തി വേണം. ഹായ് മേ. നീ റൂമിൽ ഇത്ര നേരം എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? അമ്മയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. നല്ല കുട്ടി. ശരി, നീ വന്നു. പക്ഷെ നിന്റെ അച്ഛനകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അത് ഞാൻ ചെയ്ത ഹോംവർക്ക് ഒക്കെ ശരിയാണെന്ന് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുക. പാവം, എനിക്ക് വേണ്ടി ഓഫീസിൽ നിന്ന് നേരത്തെ വന്നിരിക്കാ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അമ്മ ഇവിടെ തന്നെ ഇരുന്നു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇവർക്ക് രണ്ടാൾക്കും എന്ത് പറ്റി? എന്താ ഡാർലിംഗ്, ലീന നീ വിളിച്ചതായിട്ട് പറഞ്ഞല്ലോ. ശരി, ലീന എവിടെ പോയി? നിക്കേ, ഞാൻ അവളോട് വരാൻ പറയാം. അച്ഛൻ എവിടെ പോയി മോളെ? ഞാനിവിടെ ഉണ്ടല്ലോ ഡാർലിംഗ്. അപ്പോഴേക്ക് ലീന എവിടെ പോയി? നിന്റെ അച്ഛൻ എവിടെ? എന്താ കാര്യം ഒന്ന് പറ ഡാർലിംഗ്. ലീന എവിടെ? മതി, നിർത്ത്. നിങ്ങൾ രണ്ടാളും എന്നോട് കളിക്കുക. നിന്റെ അച്ഛനെ എവിടെ? വിളിക്കേ. ഹായ് ഡാർലിംഗ്, ഞാൻ എത്തിയല്ലോ. ഓ, നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? അതെ, നീ എന്താ ആശ്ചര്യമായിട്ട് ചോദിക്കുന്നേ? അല്ല, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്റെ പിറന്നാൾ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മത്സരിച്ച് കളിക്കുക. ഇതും കൊള്ളാം കേട്ടോ. നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്ക് പോവാം. ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷായി. ഇതാ നിങ്ങളെ ഫേവറേറ്റ് കേക്ക്. താങ്ക് യു. ജാലം 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 മനസ്സിനു